അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്താ അറിയാമെന്ന്. നിയമസഭയിൽ എൻ്റെ പ്രസംഗമൊക്കെ വായിച്ചു നോക്കും. ഈ ശബരിമല കാര്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരി, ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അധികാരം നഷ്ടപ്പെട്ടു. അധികാരം 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 34 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ MLA ആവുന്നത്. അറിയാം, 34 വയസ്സ് കഴിഞ്ഞ് ബെളാദ് സ്റ്റേറ്റ് പ്രസിഡന്റാണ്. എന്നാൽ സഭക്കാരെ ഒന്നും മത്സരിപ്പിക്കത്തില്ല, എല്ലാ പ്രായമായാലും മത്സരിപ്പിക്കും. മന്ത്രിയാവുന്ന 46 വർഷം കഴിഞ്ഞു അല്ലേ? ഞാൻ ആദ്യം കായംകുളത്ത് MLA ആയപ്പോൾ രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി മെമ്പറായ രാധാകൃഷ്ണൻ മന്ത്രിയാക്കി, വിജയകുമാറിനെ മന്ത്രിയാക്കി. മന്ത്രി സ്പീക്കർ വേണ്ട എന്ന വല്ല പ്രശ്നമുണ്ട്. എന്നെ ഒരു നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ആക്കിയില്ല. എനിക്കൊന്നും പ്രശ്നമാണ്. ഞാൻ പോയി നായനാരുടെ പുറകിലത് ശരിക്കും ഈ പ്രസംഗിച്ചാലും ശരിയാവുന്നത് നായനാട് പറയും. ഓൻ്റെ പ്രസംഗം അത് മതി, പുള്ളി പറയുമല്ലോ. അത് ഇതൊക്കെ ഒത്തിരി ഇതൊക്കെ ആത്മകഥ എഴുതാൻ പറഞ്ഞു. ഞാനൊന്നും എഴുതിയില്ല, കാരണം കാണുന്നവരെല്ലാം എഴുതിക്കൊണ്ടിരിക്കല്ലേ. രാവിലെ എഴുതുക. ഞാൻ എഴുതിയില്ല, എല്ലാവരും പറയുന്നുണ്ട് എഴുതണമെന്ന്. പത്രക്കാരൻ പറയുന്നുണ്ട്. പത്രപ്രതിനിധി എനിക്ക് തോന്നുന്നത് മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടവരാണ്. പറഞ്ഞു കൊടുത്താൽ മതി, അവരെഴുതിക്കോളാം. ഞാൻ പറഞ്ഞു വേണ്ട, ഷൈജു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എഴുതുന്നില്ല. എന്നാലും ഞാൻ എഴുതി എനിക്ക് വായിക്കാൻ പറ്റില്ല, അത് വേറെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്ത് കാര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് അനുഭവങ്ങൾ നാട്ടിലുള്ള പിന്തുണയും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം വളരാനല്ലേ ശ്രമിക്കേണ്ടത്. ചെറിയാനെ പോലെയുള്ള പാർട്ടിയായിട്ട് ചേർന്ന് പോകുന്ന പ്രസ്താവനയാണ് നടത്തുന്നത്. ഞാൻ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കുന്നില്ല. അയാൾക്ക് വല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടെങ്കിൽ കിട്ടുന്നതെന്ന് ഞാനെതിരല്ല. ഞാനതിനു വേണ്ടി ഒരുപാട് ദീർഘകാലം സഹായിച്ചത് അദ്ദേഹത്തിന് കുടുംബമായിട്ട്, അയാളുടെ അമ്മയുമായിട്ട്. പിതാവിന് ഇല്ല, ഞാൻ ജന്മയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ അതൊക്കെ എങ്ങനെ ഇത്തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെയൊക്കെ നിയോഗിച്ചിരുന്നു. ഞാനത് പറഞ്ഞില്ലേ ഇവിടെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനത്ത് ഒന്നുമില്ലായിരുന്നു. അവസാനം വലിയ ഒരു പുകമറ പത്രമാധ്യമങ്ങൾ വന്നതുകൊണ്ട് ഒരു താക്കീത് ശ്രദ്ധിക്കണം. അല്ലാതെ ഇലക്ഷൻ ഒന്നും ചെയ്തതെന്നല്ല. ഞാനത് കഴിഞ്ഞ് അന്നത്തെ ഇലക്ഷൻ അസംബ്ലി കമ്മിറ്റിക്ക് പുറമെ ഒരു പാർട്ടി കമ്മിറ്റി ഉണ്ടാവുകയാണ്. NC സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ വരെ ഇവിടെ പ്രവർത്തിച്ചവരുടെ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ സെക്രട്ടറി K. പ്രസാദാണ്. എൻ്റെ ഒറ്റ വികസന പ്രവർത്തനം കൊണ്ടാണ് ഇന്ത്യ ജയിച്ചതെന്നാണ് ആ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്. ഒരു ദിവസം അതിനുവേണ്ടി പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. എന്തുമാത്രമല്ല, സ്ഥാനാർത്ഥിയായിരുന്ന സഖാവിനുള്ള അദ്ദേഹത്തിൻ്റെ വിജയത്തിന് തടസ്സമായി അദ്ദേഹം പ്രദർശിപ്പിച്ച 5 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് റിപ്പോർട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളന റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടാണല്ലോ ആവർത്തിക്കുന്നത്. ഈ റിപ്പോർട്ട് അവിടെയും ചേർത്തിട്ടുണ്ട്. ആരും പറഞ്ഞില്ല. പിന്നെ എവിടുന്ന് കണ്ടുപിടിച്ചു ജയിച്ച സഖാവിന് ഇങ്ങനൊരു പരാതി? അത് സഹിച്ചറിയാനോട് ചോദിക്കണം, ആരിഫിനോട് ചോദിക്കണം. ചോദിക്കുമ്പോൾ അവർക്കറിയാം. അത്ര ഞാൻ പറയുന്നത്. പറയട്ടെ. അത് കഴിഞ്ഞ് അതൊന്നുമില്ലാതെ പോകായിട്ടൊക്കെ പോയി. ഒന്നുമില്ലല്ലോ, ഇതെല്ലാം യാഥാർത്ഥ്യം. ഒന്നുമില്ലായിരുന്നല്ലോ. ഞാൻ എത്ര യോഗങ്ങളിലാണ് പ്രസംഗിച്ചത് അയാൾക്ക് വേണ്ടി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നായർ മേഖലകളിലാണ്. വോട്ട് കുറയേണ്ട സ്ഥലമാണ് അമ്പലപ്പുഴ അടക്കം. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 900 വോട്ട് കിട്ടി. മനസ്സിലായില്ല? ഇവിടെ എല്ലാം പോയി കണ്ട് രഹസ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിവരോടൊക്കെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. 11,000 വോട്ട്. എനിക്കദ്ദേഹം മത്സരിച്ച് 14,200 12,000 താഴെ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. VS ഇവിടെ 5,000 തോറ്റു, ജയിച്ചിട്ട് തോറ്റു. VKS 2,500 തോറ്റു, ജയിച്ചിട്ട് തോറ്റു. ഞാൻ 126 തോറ്റു. ഞങ്ങളൊക്കെ തോറ്റ മണ്ഡലമാണിത്. അവിടെ ജയിച്ചു. തുടർച്ചയായി 3 തവണ ജയിക്കാൻ കാരണം ജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യങ്ങളെ പറ്റി അവർക്ക് നല്ല ബോധ്യമായി. പിന്നെ അവരെന്നെ ജയിപ്പിക്കാത്തത് ഇത്രയേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ ജയിപ്പിച്ചു. ആ കരിയമ്മിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പിണറായി സാഹിബ് എന്നെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. റൂമിലാണ് വിളിച്ചാൽ താഴെ നിൽക്കുക. ഞാൻ ചെന്നു. നന്നായി, പ്രശ്നമൊന്നുമില്ല. സാർ അവിടെ പോയി PKS ഒരു മുറിയുണ്ട്, അവിടെ ഇരിക്കും. അപ്പം PKS തുടർച്ചയായിട്ട് ഞാൻ ഇരിക്കണമെന്നാണ്. എന്നിട്ട് ഇത് പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞ് ഈ MLA എന്തിനാണ് ഈ പരാതി എന്നോട് പിണറായി ചോദിക്കുകയാണ്. എൻ്റെ സംശയം അത് തന്നെയല്ലേ. പിണറായിയുടെ മുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയേരി കൈകാട്ടി വിളിച്ചാൽ കൊണ്ടുവരും. ഇതല്ല പുള്ളി ചോദിക്കുക, അതിനും ചോദിക്കുക, ജയിച്ചു കഴിഞ്ഞ് എന്തിനാണ് MLA പരാതി തന്നത്? അപ്പം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണത്.
പിന്നെ ഒരു പരാതി വന്നു ഉടനെ കരിമല്ലേ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഇളക്കി കരിമല് ചെയ്യാവുന്ന പണിയെല്ലാം കൂട്ടി ചെയ്തു. എനിക്കറിയാം അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. എൻ്റെ ശിക്ഷ കിട്ടിയല്ലോ അവിടെ, ജനങ്ങൾ കൊടുത്തല്ലോ. അപ്പോൾ ഒന്നുമായിട്ട് ചെയ്യാൻ പാടില്ല, അത്ര സുഹൃത്തായിരുന്നു എൻ്റെ, മനസ്സിലായില്ലേ? കരിമലിൻ്റെ സഹായത്തോടാണ് ഇൻഡസ്ട്രിയൽ മന്ത്രിയായിരിക്കുമ്പോൾ ഈ 16 ഏക്കർ വാങ്ങി ഈ ഹോസ്പിറ്റൽ, എഞ്ചിനീയറിംഗ് കോളേജ്, MBA ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിർമ്മിച്ചത് അവരുടെ സ്ഥലമാണ്. അത് അത്ര കാര്യമാണ്. അപ്പം ഇതൊക്കെ സംഭവിച്ച കാര്യം പറയുകയാണ്. എനിക്കൊരു വിരോധമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയിൽ രാജിവെച്ച് പോയത്. BJP പോകുന്ന പറയും. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും BJP പോകണം. എന്താ ഇത്? ഇപ്പം BJPയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസ് ആലപ്പുഴയിൽ പാർട്ടിയുടെ തണലിൽ കിടക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അങ്ങനല്ലേ ചിന്തിക്കേണ്ടത്. ഒരാളെങ്കിലും BJPയിലോട്ട് പോകും. അത് ഒരാളാണോ? ഞാൻ 62 വർഷക്കാലത്ത് എൻ്റെ പ്രവർത്തനമല്ലേ. എൻ്റെ വ്യക്തിപരമായി സഹിക്കുന്ന എത്ര ആയിരം ആൾ കാണും. ഇതൊക്കെ എനിക്കറിയാൻ വയ്യാത്ത ആളാണ്. ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ പോവോ? ഇതൊക്കെ വ്യക്തമായ കാര്യമാണ്, ഇതെല്ലാവർക്കും അറിയാണ്. ഇത് അറിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് സജി ചെറിയാൻ്റെ ഉപദേശം ഇങ്ങനെയല്ല വരേണ്ടത്. പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് ഞങ്ങളുടെ കൂടിയൊക്കെ നേതാവായത് ഈ സുധാകരന് ഫേസ്ബുക്ക് വഴി ആക്ഷേപിച്ച മുഴുവൻ ഞങ്ങൾ പരിശോധിക്കും. ഒരാളെപ്പോലും വെറുതെ വിടില്ല. ഞങ്ങൾ ഖേദിക്കുന്നു. അദ്ദേഹത്തിന് വിഷമമുണ്ടായതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ആവർത്തിക്കില്ല എന്നൊരു വാക്കല്ല പറഞ്ഞത്. എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകാൻ, പാർട്ടിക്കകത്തുള്ള എന്നോട്.